ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പ്രത്യേക കാര്യം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു. അതെന്താണെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. കഴിഞ്ഞ കുറച്ച് നാൾ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ കുടുംബം ചില ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയത്. രാഹുൽ ചേട്ടൻ്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പല കാര്യത്തിലും എനിക്ക് മുന്നിൽ നിന്ന് ചെയ്യേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങൾ ബാക്കി എല്ലാം മറന്ന് എനിക്ക് അതിനു വേണ്ടി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു. അതെന്തെന്ന് വെച്ചാൽ, എൻ്റെ മകന് ഒരു ബുക്ക് എഴുതാനുള്ള ഒരു അവസാന ഡെഡ് ലൈൻ ഈ സമയത്തിനിടയിലായിരുന്നു. അത് ഓർത്ത് വെച്ച് അവനെക്കൊണ്ട് ആ ബുക്ക് എഴുതിക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്തു എന്നുള്ളത്. അത് വലിയ അഭിമാനത്തോടൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇത്തരത്തിലൊരു എന്താ പറയുക, വളരെ ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് എന്താ വെച്ചാൽ, സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ നമുക്കിങ്ങനെ ഓരോരോ ചോദ്യങ്ങളും, ഇനി ഏത് കോടതിയിലേക്കാണ് പോകുന്നത്, സെഷൻസ് കോടതിയാണോ അതോ ഇനി ഹൈക്കോടതിയാണോ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഓരോരോ ചോദ്യങ്ങൾ, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണം, ഒരുപാട് ഡിസിഷൻസ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് ഞാനൊരു ഭാര്യയാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം മറന്ന് നമുക്ക് ഉള്ളിൽ സന്തോഷം വരുന്ന ഒരു കാര്യമുണ്ട്, നമുക്കുള്ളിൽ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്ന കാര്യമാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഒരു പക്ഷേ ഒരമ്മ എന്ന രീതിയിൽ എൻ്റെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴായിരിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. എനിക്കിന്നും ഓർമ്മയുണ്ട്. അത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഈ ബുക്ക് എഴുതേണ്ട അവസാന ഡേറ്റാണ്, സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് രാഹുലിൻ്റെ ബെയിൽ റിജക്റ്റ് ആയിട്ട് നമ്മൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് കേസ് ബണ്ടിൽ അയക്കുകയും, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ വേണ്ട, തിരിച്ച് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഞാൻ ഓർക്കുന്നത്, ദൈവം ഇന്ന് 11:59 PM, ഇന്ന് രാത്രി 11:59 വരെ ആണല്ലോ ഇവന് ഈ ബുക്ക് എഴുതേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് ആലോചിച്ച് അവനെ പിടിച്ചിരുത്തി ആ സമയം അത് എഴുതിക്കാൻ എൻ്റെ ഉള്ളിൽ തോന്നിച്ചത്, ഞാൻ എന്നൊരു വ്യക്തിയുടെ ഉള്ളിൽ എനിക്ക് സന്തോഷം തരികയും എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യം സക്സസ് അല്ലെങ്കിൽ വിജയം എന്നെനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ന തിരിച്ചറിവുമായിരുന്നു. അങ്ങനെ അവൻ എഴുതിയ ബുക്കാണ് ഇതായത് കേട്ടോ. വേൾഡ് ഓഫ് അനോമലീസ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇതെന്ന് വെച്ചാൽ ഒരു ഏലിയൻ, ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഏലിയനും റോബോട്ടും ഒക്കെ ആണല്ലോ. അപ്പോൾ അവൻ തന്നെ ചൂസ് ചെയ്താണ്. ഒരു ഏലിയൻ്റെ ഒരു ബുക്കാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ലാസ്റ്റിലൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഭയങ്കര ബുക്കെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കുട്ടികൾ എഴുതുന്ന ബുക്കല്ലേ. എനിക്ക് ഒട്ടും സഹായിക്കാനും പറ്റിയില്ല, കാരണം ആ ഒരു 2 ആഴ്ച മുഴുവൻ ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ആ അവസാന ദിവസമാണ് ഞാൻ എടുത്ത് അവൻ എന്താണ് എഴുതിയെന്ന് നോക്കി അത് അതേപടി ഞാൻ അങ്ങ് ഇടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബെയിലൊക്കെ കിട്ടിയ ആൾ തിരിച്ച് വന്നോ, എനിക്ക് പിന്നെ ജോലി സ്ഥലത്ത് പോകണമായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഇതിനെ എഡിറ്റ് ചെയ്ത് രണ്ടാമതൊരു വേർഷൻ ആക്കി ഒരു നല്ലൊരു കഥയാക്കി ഇടുന്നതേ ഇപ്പോഴാണ്. സോ ഇത് എനിക്ക് എപ്പോഴും കാണുമ്പം എനിക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് നമ്മുടെ ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല. എനിക്കറിയാം, ഞാൻ മുൻപിൽ നിന്ന് തന്നെ രാഹുൽ ചേട്ടൻ്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതെല്ലാം എനിക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ സക്സസ് എന്ന് വിചാരിക്കുന്ന കാര്യം, എൻ്റെ മക്കൾക്ക് നല്ല ഉയർച്ച വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി വരുന്നത്, ഒരു സക്സസ് എന്നൊരു ഫീലിംഗ് എനിക്ക് വരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും സക്സസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല. സോ പോസ്, തിങ്ക്, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു തവണ ഒന്ന് ആലോചിക്കാം. നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്നും നിലനിൽക്കുന്ന സക്സസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം ഞാൻ ഓർത്തു, ഞാൻ പഠിച്ചു, ഞാൻ ഈയിടെ ഒരു പുസ്തകത്തിൽ വായിച്ചതുമാണ് കേട്ടോ. 0 to Success in 369 Days എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ സക്സസ് എന്താണ് ഓരോ വ്യക്തിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് വായിച്ചതിൻ്റെ ഒരു ഫലമായിട്ടും കൂടി ആയിരിക്കും ഇതെനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചു. അത്രത്തോളം പ്രതീക്ഷകൾ മറ്റുള്ളവരിൽ നിന്നും എൻ്റെ പുറത്തുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ 16 ദിവസം. എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന സക്സസ് എന്താണെന്നുള്ളത് ഞാൻ മറന്നു പോകാതെ അവനെ ഇരുത്തി ഇത് ചെയ്യിപ്പിച്ച് ഇതൊരു പുസ്തകമായി കയ്യിൽ വന്നപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം വേറൊന്നും ആരെന്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്താലും എനിക്ക് കിട്ടില്ല. ഞാൻ സ്വയം ആഗ്രഹിച്ച് എൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആഗ്രഹിച്ച് ചെയ്തപ്പോഴാണ് ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയത്. വാട്ട് ഡു യു വാണ്ട് ഇൻ ലൈഫ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് അതിലെന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ വേണം നമ്മൾ ആദ്യം തിരുത്താൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഈ ബുക്കിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ തോന്നുകയാണ്, ഒന്ന് വാങ്ങി വായിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ദയവായി ചെയ്യുക. കാരണം കുട്ടികൾക്ക് പ്രോത്സാഹനമാണ് ഏറ്റവും അവരുടെ ലൈഫിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, മുൻപോട്ട് കൊണ്ടുപോകുക. വേറെ പണം, പ്രശസ്തി അതൊന്നും അല്ലല്ലോ. കുട്ടികൾക്ക് എൻകറേജ്മെൻറ്റ്. ഒരു 4 പേര് വായിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ വാങ്ങി വായിച്ചു എന്നറിയുന്നത് വലിയൊരു കാര്യം തന്നെയായിരിക്കും അവന്. അപ്പം അത് ഒന്ന് എല്ലാവരും വാങ്ങുക. അവൻ്റെ അച്ഛൻ ആദ്യത്തെ ബുക്ക് എഴുതിയത് എനിക്കൊന്ന് 19 ഇയേഴ്സിലാണ്. അവൻ 8 വയസ്സിൽ എഴുതിയിരിക്കുകയാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അവനത് രണ്ടാമത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. കാരണം എൻ്റെ ഒരു എഫേർട്ടും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു ബുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. ലിങ്ക് ഇവിടെ ഇടുന്നുണ്ട്.